ദില്ലിയിൽ 20-ലധികം സ്കൂളുകൾക്ക് നേരെ ബോംബ് ഭീഷണി. റിച്ച്മോണ്ട് ഗ്ലോബൽ സ്കൂൾ, അഭിനവ് പബ്ലിക് സ്കൂൾ എന്നിവയ്ക്ക് നേരെയാണ് ഭീഷണി. ഒരാഴ്ചക്കിടെ 26ഓളം സ്കൂളുകൾക്ക് നേരെയാണ് ബോംബ് ഭീഷണി സന്ദേശം വന്നത്. ഭീഷണിയെ തുടർന്ന് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു. അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. അബ്ദുൾ റഷീദ്, ഒരു 2 മാസത്തിന് മുമ്പ് ഇത്തരത്തിൽ ദിനംപ്രതി ഈ ബോംബ് ഭീഷണികൾ സ്കൂളുകൾക്ക്, മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾക്ക് നേരെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ അന്വേഷണം എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഇപ്പോഴെന്താണ് ഈ ഭീഷണിയെക്കുറിച്ച് പോലീസിൻ്റെ ഒരു വിലയിരുത്തൽ? പോലീസ് എന്താണ് പറയുന്നത്? സിജു, തീർച്ചയായും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ദില്ലിയിൽ വ്യാപകമായിക്കൊണ്ട് സ്കൂളുകൾക്ക് നേരെയും അതോടൊപ്പം കോളേജുകൾക്ക് നേരെയും ഇത്തരത്തിൽ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ എത്തുന്നത്. ഇമെയിൽ വഴിയാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പ്രധാനമായും എത്തുന്നതെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇമെയിലിൻ്റെ ഉറവിടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം ഇതിനോടകം തന്നെ പോലീസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഇമെയിൽ സന്ദേശങ്ങൾ എത്തിയതിന് പിന്നാലെ ഈ സ്കൂളുകളിലൊക്കെ തന്നെയും സുരക്ഷ വർദ്ധിപ്പിക്കുകയും ബോംബ് സ്ക്വാഡിൻ്റെതടക്കമുള്ള നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയുമാണ്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ സംശയാസ്പദമായ വസ്തുക്കളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ദില്ലിയിലെ പശ്ചിം വിഹാർ പ്രദേശത്തുള്ള റിച്ച്മോണ്ട് ഗ്ലോബൽ സ്കൂൾ, അതോടൊപ്പം നിരവധിയായിട്ടുള്ള സ്കൂളുകൾക്ക് നേരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ബോംബ് ഭീഷണി എത്തുന്നത്. പ്രധാനപ്പെട്ടത് സിജു, ഈ ബോംബ് ഭീഷണി എത്തിയിട്ടുള്ള സ്കൂളുകളുടെ എണ്ണത്തിൽ മാറ്റം വന്നിരിക്കുന്നു. 40 സ്കൂളുകൾക്ക് നേരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ബോംബ് ഭീഷണി സന്ദേശം എത്തിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും രാജ്യവ്യാപകമായി നേരത്തെ തന്നെ ഇത്തരത്തിൽ വിവിധ സ്കൂളുകൾക്ക് നേരെ ബോംബ് ഭീഷണി എത്തുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഈ അന്വേഷണങ്ങൾ വഴിമുട്ടുന്ന സാഹചര്യത്തിലേക്കായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നീക്കം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകാൻ കേന്ദ്ര സർക്കാരോ അതോടൊപ്പം പ്രതിരോധ മന്ത്രാലയമോ രംഗത്തെത്തുകയും ചെയ്തിരുന്നില്ല. എന്തായാലും ഇതിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ വ്യാപകമായിക്കൊണ്ട് ബോംബ് ഭീഷണി സന്ദേശം സ്കൂളുകൾക്ക് എത്തുകയും ചെയ്യുന്നത്. പ്രധാനമായും ഈ CRPF സ്കൂളുകൾക്ക് അടക്കമാണ് ഇത്തരത്തിലുള്ള സന്ദേശം എത്തുന്നതെന്ന് തന്നെ വലിയ ജാഗ്രതയാണ് പുലർത്തുന്നത്. ദില്ലിയിലെമ്പാടും വിവിധ സ്കൂളുകൾക്ക് നേരത്തെ തന്നെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. അധ്യാപകരും അതോടൊപ്പം വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളടക്കം വലിയ ആശങ്കയിലാണുള്ളത്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങളൊക്കെ തന്നെയും സ്കൂളിൻ്റെ വെബ്സൈറ്റുകളിലേക്കും അടക്കം എത്തുന്ന സാഹചര്യമുള്ളത്. എന്തായാലും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം ചില സ്കൂളുകളിൽ നിന്നൊക്കെ തന്നെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ബോംബ് സ്ക്വാഡിൻ്റെയും അതോടൊപ്പം അഗ്നിരക്ഷാ സേനയുടെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്.